ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. എൻ്റെ ലാസ്റ്റത്തെ വ്ളോഗ് കണ്ടവർക്കെല്ലാം അറിയായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബാലിയിലേക്ക് പോവാണെന്ന്. അപ്പോൾ ഇന്നാണ് ആ ദിവസം. ഞാൻ റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏട്ടന് റെഡി ആവണം. സമയം ഒരു 12:30 ആയിട്ടുണ്ട്. റെഡി ആയിക്കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ 1 മണിയാകുമ്പോഴേക്ക് ഇവിടുന്ന് ഇറങ്ങും. നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് KSRTC ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 2 മണിക്കാണ് ബസ്. അപ്പോൾ നമ്മൾ 1 മണിയാകുമ്പോഴൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നേരത്തെ എത്തുന്നതാണല്ലോ ഒന്ന് നല്ലത്. അപ്പം എല്ലാവരും വരുന്നുണ്ട്. അമ്മയും ചേച്ചിയൊക്കെ ടൗണിലേക്ക് വരുന്നുണ്ട് നമ്മളെ കൂടെ. അപ്പം എന്താ പറയുക, നല്ല എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമുണ്ട്. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു, ഒക്കെ സെറ്റാണ്. ഒന്നും മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ലിസ്റ്റ് എഴുതിയ പോലെ തന്നെ ഒക്കെ പാക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇനി ബാക്കി ബാലിത്തെ വിശേഷങ്ങളും ട്രാവലിംഗ് വ്ളോഗും ഒക്കെ കാണാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. അപ്പം നമ്മൾ കറക്റ്റ് 1 മണിയായപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഏച്ചിയും അമ്മയും മക്കൾ 2 ആളില്ല, നന്നു ആയിരുന്നു നമ്മളെ കൂടെ വന്നിട്ടുണ്ടായത്. പിന്നെ രജനീഷ് ചേട്ടനായിരുന്നു നമ്മളെ ഡ്രോപ്പ് ചെയ്യേണ്ടിയിട്ട് വന്നിട്ടുണ്ടായത്. 1:30 ആയപ്പം തന്നെ നമ്മൾ KSRTC സ്റ്റാൻഡിലേക്ക് എത്തി. അപ്പോൾ അവരാരും ഇങ്ങോട്ടേക്ക് കയറിയില്ല. നമ്മൾ നേരെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് പോയപ്പം നമ്മളെ ബസ് അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് ശരിക്കും ബസ് എടുക്കേണ്ട സമയം. പക്ഷേങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിരുന്നു. റിസർവേഷൻ ആയതായിരുന്നു നമ്മൾ ലേസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ലേസൊക്കെ ആ ബസ്സിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ എന്നെ കഴിച്ച് തീർത്തു. അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു 2:15 ആയപ്പം തന്നെ ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു ബസ്സിൻ്റെ ഉള്ളിൽ. പുറമേ ആണെങ്കിൽ നല്ല വെയിലും. അപ്പം ഗ്ലാസ്സിലോട്ട് നല്ലോണം മുഖത്ത് വെയിലടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ലെഗ് സ്പേസും ഒക്കെ കുറവായിരുന്നു ബസ്സിൽ. കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇരുന്നത്. പിന്നെ നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പം തന്നെ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാൻ കുറേ സമയം തല കുനിച്ച് വെച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് തൃശ്ശൂർ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പം തന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെയിലൊക്കെ മാറിയിട്ട് ഒരു സന്ധ്യയൊക്കെ ആയപ്പം തന്നെ നല്ല മഴയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പുറത്തുനിന്ന് കാഴ്ചകൾ കാണാൻ. കാരണം വിൻഡോ കവർ ആവാണ്ടാണല്ലോ. അങ്ങനെ ഒരു 7:15 ആയപ്പം തന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്കുള്ള റോഡിലാണ് ബസ് നിർത്തുക. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം കുറേ ആൾക്കാർ അവിടെ ഇറങ്ങാനുണ്ടായിരുന്നു. പുറത്തേക്ക് പോകുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ കൂട്ടാൻ വരാനുള്ള ആൾക്കാർ കുറവായിരുന്നു തോന്നുന്നു. കാരണം ബസ്സിലുണ്ടായ ഒരുവിധം എല്ലാവരുടെ കയ്യിലും ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഫസ്റ്റായിട്ട് എയർപോർട്ട് കണ്ടിട്ട് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. ഞാൻ മുന്നേ മാമൻ ഗൾഫിൽ നിന്ന് വന്ന സമയം കൂട്ടാനാണ് എയർപോർട്ടിൽ പോയിട്ടുണ്ടായത്. അത് കോഴിക്കോടാണോ കൊച്ചിയാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയും ഇല്ല. അതുമാത്രമല്ല നല്ല ചെറുപ്പത്തിലായിരുന്നു. അപ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ടൈം ശരിക്കും ഇതാണ്. അപ്പം മുകളിലാണ് ഡിപ്പാർച്ചർ വരുന്നത്. അപ്പോൾ നമുക്ക് ഡിപ്പാർച്ചറിലേക്കാണ് പോകേണ്ടത്. താഴെ അറൈവലാണ്. നമ്മൾ നേരെ ഡിപ്പാർച്ചറിലേക്ക് പോയി. അപ്പോൾ നമുക്ക് സമയം ശരിക്കും ഫ്ലൈറ്റ് 12:30 പക്ഷേ എങ്കിലും നമുക്ക് ഓൾറെഡി ഉള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പിലത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഉള്ളിലേക്ക് കയറി അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് AC ഒക്കെ കൊണ്ട് പുറത്ത് സീറ്റിംഗ് ഒക്കെ കുറവായിരുന്നു. ഓൾറെഡി കുറേ ആൾക്കാർ എല്ലാ സ്ഥലത്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് കണ്ടപ്പോൾ ശരിക്കും നടന്ന് കാണാൻ മാത്രം കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ആനകൾ തൃശ്ശൂർ പൂരത്തിന് നിരത്തി നിർത്തിയ പോലെ അങ്ങനെ ആനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. വെയിറ്റ് അധികമാണെങ്കിൽ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൊരു ചക്ക ഉണ്ടായിരുന്നു. ആരോ പാവം കുറേ ആഗ്രഹിച്ച് കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ട് അതിൽ തന്നെ ഇട്ടിട്ട് പോകേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 8:45 ആയപ്പം തന്നെ നമ്മൾ ചെക്കിങ് ചെയ്യേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പെട്ടി രണ്ടും ഓക്കെ ആവില്ലേ വെയിറ്റൊക്കെ എന്നുള്ള രീതിയിൽ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ചെക്കിങ് ഒക്കെ സ്മൂത്തായിട്ട് കഴിഞ്ഞു. നല്ലൊരാളായിരുന്നു അവിടെ ഇരുന്നിട്ടുണ്ടായത്. നമ്മളോട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ എത്തുന്നു. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എമിഗ്രേഷനിലേക്ക് പോവുകയാണ്. അത്രയും സമയം നമ്മൾ വെറുതെ അവിടെ ഇരുന്ന് കറങ്ങി കളിക്കുക ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നേരെ എമിഗ്രേഷനിലേക്ക് പോയി. അപ്പോൾ എമിഗ്രേഷൻ്റെ അവിടെ വീഡിയോസ് കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഉള്ളോടുന്ന് വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ ശരിക്കും വീഡിയോ ഫുള്ള് ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായതാണ്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, നാട്ടിൽ നിന്ന് ഓൺ വോയിസ് കൊടുക്കാൻ ഭയങ്കര മടിയാണ്. കാരണം എല്ലാവർക്കും മലയാളം അറിയുന്നുണ്ട്. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കും. അപ്പോൾ എനിക്ക് എന്തോ ചമ്മലാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മതി, വേണ്ട സാരില്ല, വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ നേരെ ഡ്യൂട്ടി ഫ്രീൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എമിഗ്രേഷനിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും, അതായത് നമ്മുടെ ബാഗേജ് ഒക്കെ ചെക്ക് ഉണ്ടല്ലോ, അതും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്യൂട്ടി ഫ്രീൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അപ്പം ബാഗേജിൻ്റെ അവിടെ സെക്യൂരിറ്റി ചെക്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് 12:30 ഫ്ലൈറ്റ്. വിശക്കൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഷോപ്പ് ഉണ്ടായപ്പോൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് എവിടെ നിന്നെങ്കിലും ഒന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയപ്പം തന്നെ റോൾസും റാപ്പൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ 2 സാൻഡ്വിച്ചിനാണ് പറഞ്ഞിട്ടുണ്ടായത്.
ചിക്കൻ ടിക്ക സാൻഡ്വിച്ചാണ് ഗൈസ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ 2 കട്ടൊക്കെ ചെയ്ത് തന്നിട്ട് ഞാനൊരു കോഫി ഓർഡർ ചെയ്തു. ഒരു ബട്ടർ കോഫി വേണ്ട. കഴിച്ചോ? ആ ടേസ്റ്റ് ഉണ്ടോ? ബട്ടർ ഉണ്ട് ബ്രെഡിൻ്റെ മേലെ. ടേസ്റ്റ് ഉണ്ട്, ചിക്കനും ടേസ്റ്റ് ഉണ്ട്. ഏട്ടനപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും ഒരു ബൈറ്റ് എടുത്ത് നോക്കി. എനിക്കും ഇഷ്ടമായിരുന്നു. നല്ല അത്യാവശ്യം നല്ലൊരു സാൻഡ്വിച്ചാണ്, അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ കൂടുതൽ കുറച്ച് വെജീസും ചിക്കനും ഒക്കെ ഫില്ലിംഗ് ആണ് വരുന്നത്. ബ്രെഡ് കുറച്ചൊരു ക്രിസ്പി ആയിരുന്നു. എനിക്ക് പൊതുവേ അത്ര ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ഇഷ്ടമല്ല. അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗേറ്റിൻ്റെ അടുത്തുള്ള സീറ്റിങ്ങിൽ പോയിരുന്നു. അവിടെ ഫോൺ ചാർജ് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ എന്നോട് നമുക്ക് നമ്മുടെ ഗേറ്റിന് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഇവിടെ നല്ലൊരു ചാർജിങ് സ്ലോട്ടൊക്കെ കിട്ടി. ഇവിടെ ഒരു ചെയറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്നോട് ഫോണിലൊക്കെ കളിക്കാൻ ഞാൻ ചാർജ് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി. അബദ്ധം ഒരു കണക്കിന് നന്നായി. ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. എനിക്ക് അറിയില്ലായിരുന്നു അലൗ ചെയ്യൂലെന്ന്. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ അവർ ടാൽക്കം പൗഡർ ഉണ്ട്, ഇത് സൂട്ട് കേസ് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ സൂട്ട് കേസ് ഉണ്ടല്ലോ സഫാരീൻ്റെ, അതിൻ്റെ അകത്താണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് ലോക്കൊക്കെ അടിച്ചു. പക്ഷേ എങ്കിൽ ആ ഒരു പ്രസ് ചെയ്തിട്ട് ആവുന്നില്ല. കുറേ ടൈം ട്രൈ ചെയ്ത് പിന്നെ ടെൻഷനായി, നല്ലോണം ടെൻഷൻ അടിച്ചിന്. എന്താ ചെയ്യുക? അപ്പോൾ അവർ പറഞ്ഞു സിബ് വെച്ചിട്ട് കീറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതെങ്ങനെ നമ്മളങ്ങനെ സിബ് വെച്ചിട്ട് കീറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യുന്നു കുറേ ടെൻഷൻ അടിച്ച്. മൊത്തം ഹിന്ദിക്കാർ, എനിക്കാണെങ്കിൽ ഹിന്ദി അറിയൂല, ഡിബോട്ടിന് അറിയുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് രക്ഷപ്പെട്ട്. അപ്പം പിന്നെ അവർ ഒരു കത്തിയൊക്കെ വെച്ച് സിസർ വെച്ചിട്ട് സിബ് അതിൻ്റെ അകത്ത് നിന്ന് അൺലോക്ക് ചെയ്ത് തരിക ചെയ്തത്. അപ്പോഴാണ് കുറച്ച് സമാധാനമായത്. അത് കഴിഞ്ഞിട്ട് അവർ ആ പൗഡറൊക്കെ എടുത്ത് വെച്ച് പൗഡർ മാറ്റിയിട്ട് നമുക്ക് തന്നില്ല. അറിയില്ലായിരുന്നു, ഒരു അബദ്ധം പറ്റിയതാണ്. പക്ഷേ ഒരു കണക്കിന് നന്നായില്ല. നമ്മളിപ്പോൾ റൂമിലെത്തിയിട്ടാണ് ലോക്കായത് മനസ്സിലാവുന്നെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് എന്ത് ചെയ്യും? ഇതിപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് പരിചയമുള്ളത് കൊണ്ട് അവർ വേഗം അത് ഓപ്പൺ ചെയ്ത് തന്നു. എന്തായാലും ഇനി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇവർക്ക് അറിയില്ലെങ്കിൽ ശ്രദ്ധിക്കുക. ഇൻ്റർനാഷണലിൽ ട്രാവൽ ചെയ്യുന്ന സമയം ടാൽക്കം പൗഡർ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കുറേ ആൾക്കാരുടെ അടുത്ത് നേരത്ത് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. ടാൽക്കം പൗഡർ കാരണമാണ് കുറേ ആളിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്നുണ്ടായത്. ബാക്കിയൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. ഫോണ് ചാർജറൊക്കെ ഒരു ട്രെയിലിട്ട് അതൊക്കെ ചെക്കിങ് കഴിഞ്ഞു, നമുക്ക് തന്നു. ടാൽക്കം പൗഡറാണ് പണി തന്നത്. പക്ഷേ അത് ഇതിൽ വെച്ചതുകൊണ്ട് കറക്റ്റ് ആ ഒരു നമ്മളിന്ന് രാവിലെയും കൂടി ഓപ്പൺ ചെയ്തതാണ്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് പിന്നെ ലോക്ക് ചെയ്തതാണ്. ലോക്ക് ചെയ്യേണ്ട ആവശ്യം വലിയ ഇല്ല. ഇത്രയും സിമ്പിളായിട്ട് അവർ തന്നെ ഓപ്പൺ ചെയ്തിനെങ്കിൽ ഇതിൻ്റെ ടെക്നിക്ക് അറിയുന്ന ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ കഴിഞ്ഞ് വിശപ്പില്ലായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ടെൻഷൻ അടിച്ച് വിശന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സമയം 10:30 കഴിഞ്ഞു. 12:30 ഫ്ലൈറ്റ്. ഇനിയിപ്പം 2 മണിക്കൂർ ഇങ്ങനെ ഇരുത്തുന്നു. ഒരു 11:30 ആയപ്പോൾ നമ്മുടെ ഗേറ്റ് 5-ന്ന് 3-ലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചാർജ് വെച്ച സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ നേരെ അവിടത്തേക്ക് പോയിരുന്ന്. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പം തന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ ബോർഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ടെർമിനലിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. അപ്പോൾ ടെർമിനലിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറുക ചെയ്തത്. നമുക്കങ്ങനെ ബസ്സിൽ പോകേണ്ടിയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ പുറം വശമൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി നമ്മളെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ മുകളിൽ ക്യാബിനിലേക്ക് വെച്ചു. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോഴും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലും എയർ ഏഷ്യയാണ്. അപ്പം കുറച്ച് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. എന്നാലും എന്താ പറയുക, നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവർ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നു നമുക്ക്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിരുന്ന് കേട്ട് ഫസ്റ്റായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാണല്ലോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടെർമിനലിലോട്ട് അതിങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയൊക്കെ വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ എന്താ പറയുക കണ്ണെടുക്കാണ്ട് നോക്കിയിരിക്കുക ചെയ്യുന്നുണ്ടായത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ കോലാലംപൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോല് നമ്മൾ 2 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു സീറ്റ് കാലിയായിരുന്നു. അതുകൊണ്ട് ഏട്ടനും ഞാനും നല്ല സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ തരികയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചമൊക്കെ വന്നുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി പുറത്തെ കാഴ്ചകളിൽ. അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ ചെരിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയൊക്കെ ആയി. എല്ലാവരോടും സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ചു.
നമ്മൾ 7:15 ആയപ്പോഴാണ് ലാൻഡ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ എറൈവലിലാണുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് 9:15 അപ്പോൾ നമ്മൾ ഡിപ്പാർച്ചറിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കഫേയിൽ കയറി ഒരു കോഫി എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളപ്പം ഇവിടെ കോലാലംപൂരിലെത്തി. ഇപ്പം സമയം ഇവിടുത്തെ 8 മണി ആയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് 9:15 ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളൊരു എന്തെങ്കിലും കോഫി അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു കഫേ എക്സ്പ്രസ്സോ എന്നിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ റെഡിയാവും തോന്നുന്നു. അതിൻ്റെ കൂടെ നമ്മളൊരു എന്താ ഇന്ന് പ്രൊനൗൺസ് ചെയ്യുക ക്രൊസൈൻറ്റ് എന്നാണ് ഇത് വെച്ച് വായിക്കാനൊക്കെ അറിയില്ല. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പലരും പറയുന്നത്. അപ്പോൾ അതൊരു ചോക്ലേറ്റിൻ്റെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാമല്ലോ നമുക്ക് ഇവിടുത്തെ മലേഷ്യയിലെ. അപ്പം നല്ല ഉറക്കക്ഷീണുണ്ട്. എന്തായാലും ഇനിയിപ്പം ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ക്രോസോൺ ഏട്ടൻ കട്ട് ചെയ്ത് തന്നിട്ട് ഞാനൊരു ഫസ്റ്റ് ബൈറ്റ് എടുത്ത് നോക്കി. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പൊതുവേ ചോക്ലേറ്റ് ഐറ്റംസൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അതുമാത്രമല്ല ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. നമ്മളൊന്ന് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അമിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. നമ്മൾ ഇതിൻ്റെ കയറി. ഇതാ എയർ ഏഷ്യേൻ്റെ ഒരു ഫ്ലൈറ്റ് 9:15 നമുക്ക് ഫ്ലൈറ്റ്. പക്ഷേ ഇപ്പം സമയം 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യണം. ഫ്ലൈറ്റ് ലേറ്റ് ഒന്നും ആയിട്ടുണ്ടായിട്ടില്ല. കറക്റ്റ് ടൈം തന്നെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കടന്നു. അപ്പം വലിയ ഫ്ലൈറ്റാണ്. നമ്മൾ നേരത്തെ വന്നതിനെക്കാട്ടിലും നമുക്ക് മിഡിലിൽ 3 സീറ്റിൽ 2 സീറ്റാണ് കിട്ടിയിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് കുറച്ച് ഫ്ലൈറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഫുഡായിട്ട് നമ്മൾ ചീസ് സ്റ്റഫ്ഡ് ഓംലേറ്റ് ആണ് 2 ആൾക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു കോഫിയും കൂടി വാങ്ങി. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഫ്ലൈറ്റിലെ ഫുഡൊക്കെ എല്ലാവരും കഴിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അല്ലാണ്ട് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഹെവി ആയിട്ടൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചീസ് സ്റ്റഫ്ഡ് ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അതുകൂടാണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ഐറ്റംസും ഉണ്ടായിരുന്നു. മാഷ്ഡ് പൊട്ടറ്റോ, ടൊമാറ്റോ, സോസേജ്, പിന്നെ ചീസ് സ്റ്റഫ്ഡ് ഓംലേറ്റ്, ഇത്രയും ഐറ്റംസാണ് ഉണ്ടായത്. മഷ്റൂമും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് മൂവിയൊക്കെ ഇരുന്ന് കണ്ടു. ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഫോണിൽ ആദ്യമേ. അപ്പോൾ നല്ല മൂവിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതെന്തോ മിസ്സായിട്ട് തോന്നി. കുഞ്ചാക്കോ ബോബൻ്റെ ഒക്കെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ട് കാണുക. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്തായാലും കാണിച്ചു കൊടുക്കേണ്ട ഒരു മൂവി തന്നെയാണ്. പിന്നെ നമ്മൾ കറക്റ്റ് ടൈം തന്നെ ബാലിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബാലിയിൽ എത്തിയ ടൈം മഴയായിരുന്നു. അതുകൊണ്ട് ഫ്ലൈറ്റ് അവിടെ എത്തിയെങ്കിലും ലാൻഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ലാൻഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബാലി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. കൂടുതൽ ഇങ്ങനെ വാൾ പെയിൻറ്റിങ്സ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ സ്റ്റാച്ചു ഒക്കെ കണ്ടു. അപ്പോൾ ബാലിയിൽ ഞാൻ മുന്നേ കുറേ ആൾക്കാരെ വീഡിയോസ് കണ്ട ടൈമൊക്കെ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഈ സ്റ്റാച്യൂയും കാര്യങ്ങൾക്കൊക്കെയാണ് അവരെല്ലാ സ്ഥലത്തും കാണാൻ പറ്റുക. വലിയ എയർപോർട്ടായിരുന്നു. കോലാലംപൂർ എയർപോർട്ട് പോലെ തന്നെ വലുതായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ എമിഗ്രേഷനിലേക്ക് പോവാണ്. നമ്മൾ ഓൾറെഡി വിസ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വിസ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വിസേൻ്റെ അവിടെ പോയിട്ടുള്ള ടൈം ലാഭിക്കാൻ പറ്റി. കുറേ ആൾക്കാർ വിസേൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഓൾറെഡി ഈ വിസ എടുത്ത് വെച്ചുകൊണ്ട് നന്നായി എമിഗ്രേഷനിൽ വേഗം തന്നെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത കാര്യം നമ്മൾ സിം എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ കുറേ കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 3-4 ടൈപ്പ് സിം അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായത് ടെലികോം സെല്ലിൻ്റെ സിം ആയിരുന്നു. അപ്പോൾ സിമ്മൊക്കെ വേഗം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ പൈസ കൊടുക്കുക, അവർ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് സിം വേഗം തന്നെ തരും. അപ്പം തന്നെ ആക്റ്റീവും ആവുന്നുണ്ട്. കൂടുതൽ നാട്ടിലെ പോലെ അങ്ങനെ ഒരു ദിവസം എടുക്കുക അങ്ങനെ ടൈമൊന്നും കാര്യങ്ങളൊന്നും കൂടുതൽ എടുക്കുന്നുണ്ടായിട്ടില്ല. സിം എടുത്തതിന് ശേഷം നമ്മുടെ ഡ്രൈവറെ വിളിച്ചിട്ട് നമ്മളെ ഡ്രൈവറിനെ കണ്ടില്ല ഗൈസ്. പലത് ദീപോട്ടെ ഫോൺ വിളിക്കുന്നുണ്ട്. സിമ്മൊക്കെ എടുത്ത് അപ്പം തന്നെ ആക്റ്റീവായി. നമ്മളെ നാട്ടിലെ പോലെ അങ്ങനെ ടൈം ഒന്നും എടുക്കുന്നില്ല, വേഗം തന്നെ ആക്റ്റീവായി. ഇതാണ് നമ്മുടെ ഡ്രൈവർ. മാലയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ആദ്യം നല്ല വെൽക്കം നന്ദിത, ലതിബിൻ, പ്രതീഷ്. അപ്പം എൻ്റെ പേരെവിടെ? എൻ്റെ പേരില്ല ഗൈസ്, എന്നെ തേച്ച്. ദീപോട്ടെ പേര് മാത്രമേ ഉള്ളൂ.
Welcome to Bali. വന്നു ഗായ്സ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ഏട്ടൻ. Hello, good morning. Yeah, how are you? ഹായ്. Okay, ready? Okay. Yes. Yeah. ഇത് ഞാൻ അഹാന കൃഷ്ണയുടെ ബാലി വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം. 2 ദിവസത്തേക്ക് കുട്ട സെൻട്രൽ പാർക്ക്. അപ്പം നമ്മളെ ഡ്രൈവർ ചേട്ടൻ മൂപ്പരെ ജീന്ന് വിളിക്കാനാണ് പറഞ്ഞത്, ബാലി ജി. ആള് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും. കാണാനൊക്കെ നല്ല പച്ചപ്പും ഹരിതാപവും ഉള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ ഇവിടെയാണ് സ്ഥലങ്ങൾ, മരവും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത്. ഇതൊക്കെ നല്ല സ്മെല്ലാണ്. ഇവിടെ കണ്ടോ നമ്മളെ ചെമ്പകല്ലേ ഇത്? ചെമ്പകം റിസപ്ഷനിലൊക്കെ അവർ തലയിലൊക്കെ അവർ വെച്ചിട്ടുണ്ട്, ചെവിട്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ റൂമിലേക്ക് പോവാണ്. സെക്യൂരിറ്റി ഉണ്ട്, നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകും. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്ഥലങ്ങളൊക്കെ കാണേണ്ടിയിട്ട്. റൂമൊക്കെ എങ്ങനെയാണെന്ന് ഇനി അറിയില്ല, പോയി നോക്കട്ടെ. ചെമ്പകം തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല. ഇതേ ചെമ്പകത്തിൻ്റെ മരം കണ്ടോ നിങ്ങൾ? എന്താ പിങ്ക് കളർ. നേരത്തെ അവിടെ ഉണ്ടായത് യെല്ലോവും വൈറ്റും വരുന്നതായിരുന്നു. എന്താ നമ്മുടെ ഹോട്ടൽ കുട്ട സെൻട്രൽ പാർക്ക്. ഇവിടെ കൂടുതൽ നമ്മളിങ്ങനെ വരുന്ന വഴിക്കൊക്കെ ഇങ്ങനത്തെ കുറേ സ്റ്റാച്ചു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമുക്ക്. ഇതൊരു ആമ. ഇതിൽ കുറേ മീനുണ്ട് കണ്ടോ? ഇതെന്താ? ലോട്ടസ് പോണ്ട് കഫേ. ഇവിടെ കഫേ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ദീപേട്ടനോട് പറയുന്നത്. ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഗ്രിൽഡ് സ്പൈസ് ഫിഷ് സ്റ്റീക്ക്. ഓക്കെ, കണ്ടില്ല ഞാൻ. പൂൾ ബാർ, ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട്, സ്വിമ്മിംഗ് പൂൾ. അപ്പം ഇതാണ് നമ്മുടെ റൂം. ഇവിടെ കയറി വരുമ്പം തന്നെ ഒരു ഷെൽഫ് ഉണ്ട്, ലോക്കറൊക്കെ ഉണ്ട്, സ്ലിപ്പേഴ്സ്. പിന്നെ ഇവിടെ ഒരു ടേബിൾ, നമുക്ക് കെറ്റിലുണ്ട്, ചായേൻ്റെ ഇത്, ഷുഗർ, വെള്ളമുണ്ട്, ടി വി ഉണ്ട്. പിന്നെ ഒരു ബെഡ് ലാമ്പ് ഉണ്ട്. ഇതാ അവിടെ ഒരു വലിയ മിററുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ് ഏരിയ. ഇവിടെ 2 ബെഡ് ലാമ്പ്, ഒരു ഫോണുണ്ട്. പിന്നെ പുറത്തേക്ക് ഇവിടെ താഴത്തെ റൂമിലേക്ക് ബാൽക്കണി കാണുന്നുണ്ട്. ഇവിടെയാണ് കയറി വരുമ്പം തന്നെയാണ് ബാത്റൂം. ഓക്കെ, ഒരു നോർമൽ ബാത്റൂം. അപ്പം എന്തായാലും നമ്മൾ എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. അയ്യോ, ഒരേ ഇരുത്തിരുന്ന് മടുത്ത്. ഇപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിക്കണം. ഇവിടെ സമയം 2:30 അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ വഴിയെ കണ്ടോ. നമ്മളപ്പോൾ കുളിച്ചില്ല, നമുക്ക് വിശക്കുന്നില്ല, ഉണ്ടാക്കും നല്ലോണം. അപ്പോൾ ഇപ്പം തന്നെ സമയം 2:45 കഴിഞ്ഞ്. അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ, ഭക്ഷണം കഴിച്ച് വന്നിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് എന്തൊക്കെ ഉണ്ടാവുക നല്ലത്. എവിടെ നോക്ക്, ഇന്ത്യൻ ടേസ്റ്റ് തന്തൂരി ചിക്കൻ സ്റ്റീക്ക് 65K. ഇവിടെ ഫുൾ 1000 വെച്ചുള്ള കളിയാണ്. 65,000 55,000 ഒക്കെ. അപ്പോൾ പോയി നോക്കട്ടെ. ഇവിടെ തന്നെ ഉണ്ട് റെസ്റ്റോറൻറ്റ്, അവിടെ എന്താ കിട്ടുക. നമ്മുടെ ഐസ്ഡ് ടീ വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് റൈസ് ബൗളാണ്, ചിക്കൻ പെപ്പർ റൈസ് ബൗൾ. അത് വന്നിട്ടില്ല, കുടിച്ചു നോക്കട്ടെ.
ഒരു പച്ചവെള്ളം, വലിയ ടേസ്റ്റ് ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല അല്ലേ. കട്ടൻ ചായ. അപ്പം നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. ചിക്കൻ പെപ്പർ എന്താ റൈസോ, റൈസ് ബൗളാണ്. പിന്നെ ഐസ് ടീ. കഴിച്ചു നോക്കട്ടെ എന്താ അവസ്ഥ. ദീപേട്ടാ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് ചിക്കൻ കൂട്ടി കഴിക്കുമ്പോൾ രസമുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലേവറിന്റെ അല്ലാത്തതുകൊണ്ട് നമ്മളെ ഫുഡിന്റെ ആ ഒരു ടേസ്റ്റ് അല്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ചച്ചോറും ചിക്കനും അങ്ങനെ തന്നെ. അതെ, ചോറും ചാറും. നമ്മളപ്പം കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്ത് പൂളിലേക്ക് പോവാണ്. എന്താ വെള്ളം. അപ്പോൾ പൂള് 10 മണി വരെ ഉണ്ട്. പക്ഷെ നാളെ നമുക്ക് 6:30 ആകുമ്പോഴേക്കും റെഡി ആയിട്ട് വണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ലേറ്റ് ആവാൻ പറ്റില്ല. നമ്മൾ വേഗം പോയി ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വരും അപ്പോഴേക്കും 1 മണിക്കൂറിനുള്ളിൽ. അതുവരെ ഒന്ന് പൂളൊക്കെ കളിച്ച് പൂളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ നേരെ വന്ന് കിടന്നുറങ്ങണം. പൂളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ 2 സൈഡായിട്ടാണ് പൂള്. ഒരു സൈഡിൽ പൂൾ വിത്ത് ബാറും അപ്പുറത്ത് വിത്തൗട്ട് ബാറുമാണ്. ഞാൻ കാണിച്ചു തരാം. നല്ല കാറ്റുണ്ട്, നോക്കിയേ ചെറിയ കാറ്റുണ്ട്. നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ടവൽ വാങ്ങാൻ പോവാം. നമുക്ക് ബാത്റൂമിൽ ടവലുണ്ട്, പക്ഷെ അത് പൂളിൽ ഇറങ്ങുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവർക്കൊരു 25,000 രൂപ, അതായത് നാട്ടിലത്തെ എത്രയാ എമൗണ്ട്, ഇവിടുത്തെ 25,000 രൂപ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ടവൽ വാങ്ങണം. അത് തിരിച്ച് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവർ ആ പൈസ തിരിച്ച് തരും. നമ്മൾ ടവൽ വാങ്ങാൻ പോവാം. ഇവിടുത്തെ രാത്രിത്തെ വ്യൂ കാണിച്ചു തരാം. ഇവിടെ നേരത്തെ നല്ല മഴ പെയ്തു. നമ്മൾ റൂമിലുണ്ടായ ടൈം ഇതാ കണ്ടോ, നമ്മളെ റൂമാണ്. ആ കുരങ്ങന്മാരെ കാണുന്നില്ലേ, അവിടെയാണ് നമ്മളെ റൂം വരുന്നത്. നമ്മളപ്പോൾ റിസപ്ഷനിൽ പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ടവൽ വേണ്ട, അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ഒന്നും കൊടുക്കണ്ടെന്ന്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല, വേണ്ടാന്നാണ് പറഞ്ഞത്. അവിടെ ബാറിൻ്റെ അടുക്ക ടവലുണ്ട്, അതെടുത്തോ എന്ന് പറഞ്ഞു. ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം കുറച്ച് ഹോസ്പിറ്റാലിറ്റി കൂടുതലാണ്. നമ്മൾ മറ്റേ ഏതോ ഒരു മൂവിയിലൊക്കെ ഇല്ലേ, നമ്മളെ കാണുമ്പോൾ വണങ്ങുക ആ പരിപാടിയാണ്. മറ്റേ വെട്ടത്തിലുണ്ടല്ലോ ദിലീപിനോട് ട്രെയിനിലിരുന്നെടുക്കുന്ന നമസ്തേ പറയുന്ന പോലെ കാണുമ്പോൾ ഇങ്ങനെ കൈ നെഞ്ഞ് തേച്ചിട്ട് ഇങ്ങനെ വണങ്ങുന്നു. നമുക്കൊരുമാതിരി ആക്കുന്ന ഫീലായി വരുന്ന ഒരു വളിച്ച ചിരിയും. ഇവരെ സ്പെഷ്യാലിറ്റി നമ്മൾ ആരെയും കളിയാക്കാണെന്നുള്ളത്. അത് ഇവിടുത്തെ മെയിൻ ടൂറിസം ആണല്ലോ. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പിന്നെയും ഇങ്ങോട്ട് വരണ്ടേ. അപ്പോൾ നല്ലോണം പെരുമാറിയാൽ വീണ്ടും വരും എന്നുള്ള ഒരു ആയിരിക്കണം. അപ്പോൾ നമ്മളെന്തായാലും പൂളിലേക്ക് ഇറങ്ങട്ടെ. എനിക്ക് ചെറുങ്ങനെ എന്താ പറയുക, യാത്രാക്ഷീണമായിരിക്കും, എന്തോ ഒരു വയ്യാത്ത പോലെയൊക്കെ ഉണ്ട്. പനിക്കൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഇത്രയും സമയം പൂളിലേത് മഴയെല്ലാം വെച്ച് ഒരു പെരും മഴ പെയ്ത് ഇപ്പൊ കുറേ തുറന്ന്. പക്ഷെ എൻ്റെ അമ്മേ തണുത്ത കാറ്റും മഴയും ഒക്കെ കൂടി നമ്മളിങ്ങോട്ട് വരുമ്പം നമ്മളെ ഏജൻസിനോട് അതിന് മുന്നേ വന്ന ആൾക്കാർ പറഞ്ഞത് ഇവരോട് കുടയൊക്കെ എടുത്തോളാൻ പറയും. പിന്നെ ഭയങ്കര വെയിലാണ്, ചൂട് കാരണം തൊലി പൊളിയുന്നുണ്ട് എന്നാ. അപ്പം നമ്മൾ വെയിലെല്ലാം പ്രതീക്ഷിച്ച് വന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല മഴ. നാളെയും കൂടി മഴയാണെന്നാണ് കാണിക്കുന്നേ. പക്ഷെ ഇങ്ങനെ മഴ ആയാലും നമുക്ക് ബുദ്ധിമുട്ടാവും. നമ്മൾ ആക്ടിവിറ്റീസൊക്കെ കൊള്ളാവുന്ന ലക്ഷണമുണ്ട്. എന്തായാലും നോക്കാം. പക്ഷെ ഇപ്പം നല്ല രസമുണ്ട്. മഴ പെയ്ത് നിന്ന് നല്ലൊരു തണുപ്പ്. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. നമ്മൾ ഫുഡ് ഇന്നിപ്പോൾ രാത്രിയൊക്കെ ഓർഡർ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്രാബ് എന്ന് പറഞ്ഞിട്ട് ട്രാവലും, അതായത് ക്യാബും ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് നമുക്ക് ഡ്രൈവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്തുനിന്ന് KFC കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷെ നമ്മളെ നാട്ടിലെ KFCൻ്റെ പാക്കിംഗ് ഒന്നുമല്ല.
നമുക്ക് റെഡും വൈറ്റും അല്ലേ, ഇവിടെ ഗ്രീനും വൈറ്റുമാണ്. അപ്പോൾ ഒരു ബർഗറും എന്തൊക്കെയോ വരുന്നൊരു കോംബോ ആണ് രണ്ടാളും ഓർഡർ ചെയ്തത്. ഫുഡ് എത്തിയിട്ടുണ്ട്. ഏട്ടനും കുളിച്ച് വന്നു. നല്ല വിശപ്പുണ്ട്. സമയം എത്രേ 8:45. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങിയാൽ രാവിലെ എന്തായാലും നേരത്തെ എണീക്കാൻ പറ്റും. ഞാൻ ഫുഡ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. ഏട്ടൻ കൊക്കക്കോളയും ഞാൻ സ്പ്രൈറ്റും ആണ് ഓർഡർ ചെയ്തത്. ഇതാണ് സ്പ്രൈറ്റ് തോന്നുന്നു, ഏട്ടൻ്റെ കൊക്കക്കോള. പിന്നെ സോസൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ മീൽ ബോക്സ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കട്ടെ. കണ്ടോ, KFC ഒക്കെയാണ് നമ്മുടെ നാട്ടിലെ KFC. അപ്പോൾ ഒരു ബർഗർ ഉണ്ട്, സിംഗർ ചിക്കൻ ബർഗറാണ്. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. പിന്നെ 2 പീസ് ചിക്കൻ, ഒരു വിങ്സും ഒരു പീസും ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ രാത്രിയത്തെ ഡിന്നർ. അപ്പം ഇന്ന് ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പം ഇത്രയാണ് നമ്മുടെ കോഴിക്കോട് തൊട്ട് നമ്മൾ ബാലിയിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ വരെയുള്ള വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബാലിയിലെ ബാക്കി വിശേഷങ്ങളൊക്കെ വരുന്ന വീഡിയോസിലേക്കൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും അതും മിസ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ